എനിക്ക് ഒരെണ്ണം താ. ഒന്ന് മതി. പറയുന്ന കേക്ക്. വീട്ടിൽ ചെന്നിട്ട് തരാം. താനല്ലേ പറഞ്ഞേ? ഞാൻ വെച്ചിട്ടുണ്ട്. ആ അഞ്ജുവിന്റെ വീട് ഇവിടെയാണോ? അതെ. എന്നെ മനസ്സിലായോ? വരുണല്ലേ? ഭാഗ്യം, എന്നെ മറന്നിട്ടില്ലല്ലോ. വരുണെന്താ ഇവിടെ? സത്യം പറഞ്ഞ തന്നെ കാണാൻ വന്നതാ. അമ്മേ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ താ. ഇപ്പൊ തരാം മോളെ. സാധനങ്ങൾ വാങ്ങിച്ചോ? ചേച്ചി എന്നും കൊണ്ട് പുറകെ വരുന്നുണ്ട്. ആ, അതിൽ അവലിരിപ്പുണ്ട്, എടുത്തു കഴിച്ചോ. ചേച്ചി ഇതുവരെ വന്നില്ലേ? ആ നീയല്ലേ പറഞ്ഞ നിന്റെ പുറകെ വരുന്നുണ്ടെന്ന്? ആ സേവരങ്ങളുടെ വീട് വരെ ഞങ്ങൾ ഒന്നിച്ചാ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നു. ഇവളിത് എവിടെ പോയി? അമ്മേ, കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം മുറിയിലിരിപ്പുണ്ട്. അഞ്ജു, അഞ്ജു, എന്താ അമ്മ? അഞ്ജു, നീ അകത്ത് എന്തോ എടുക്കുവാ? എത്ര തവണ വിളിച്ചു? നിനക്ക് വിളി കേട്ടൂടെ? ചേച്ചി ഐപോട്ട് വെച്ച് പാട്ട് കേൾക്കുമായിരിക്കും അമ്മേ. നിനക്ക് കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്ന് കഴിക്ക്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. പേടിക്കണ്ട, ഇത് ഞാനല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല, കാണുകയില്ല. അതുമാത്രമല്ല, അഞ്ജുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അതുപോലെ. പക്ഷേ ഞാനിതൊക്കെ ചെയ്യണമെങ്കിൽ അഞ്ജു ഞാൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചെയ്യണം. എനിക്ക് അഞ്ജുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി 11 മണിക്ക് വീടിന്റെ പുറകുവശത്ത് ഞാൻ വരും. അഞ്ജു ഇറങ്ങി വരണം. ഇല്ല, ഞാൻ വരില്ല. ഞാൻ വരില്ല. അയ്യേ, അഞ്ജു എന്തിനാ ഇങ്ങനെ കരയുന്നേ? അഞ്ജുവിനെ ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. അഞ്ജുവിനെ ഉപദ്രവിക്കാനാണെങ്കിൽ എനിക്കിത് സുഹൃത്തുക്കളെ കാണിക്കാം, ഇന്റർനെറ്റിലിടാം. പക്ഷെ ഞാനത് ചെയ്തോ? എന്തുകൊണ്ടാ? എനിക്ക് അഞ്ജുവിനോടുള്ള ഇഷ്ടം കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി അഞ്ജു ഇറങ്ങി വരണം. ഇല്ല, ഞാൻ വരില്ല. നാളെ ഇത് ഇന്റർനെറ്റിൽ വന്നാൽ അഞ്ജുവിനും അഞ്ജുവിന്റെ കുടുംബത്തിനും ഉണ്ടാകുന്ന മാനക്കേടിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. താൻ വിചാരിച്ച ഈ സംഭവം ഇരു ചെവി അറിയാതെ തീരും. മറിച്ച് വീട്ടുകാരോട് പറയുകയോ രാത്രി ഇറങ്ങി വരാതിരിക്കുകയോ ചെയ്താൽ ഇല്ല, അഞ്ജു അങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്ലീസ് വരുൺ, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. അപ്പോൾ രാത്രി 11 മണിക്ക് വീടിന്റെ പുറകുവശത്ത് കാണാം. അഞ്ജു, ഇത് എന്തൊരു കിടപ്പാ? നീ എന്താ കാപ്പ് കുടിക്കാത്തെ? എനിക്ക് വേണ്ടമ്മ, ഞാനൊന്ന് കിടന്നോട്ടെ. എനിക്ക് തലവേദന എടുക്കുന്നു. ആ കുന്ത്രാണ്ടൻ ചെവിയിൽ വെച്ച് പാട്ട് കേൾക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായി തലവേദന. തലവേദനയ്ക്കുള്ള മരുന്ന് തരട്ടെ? വേണ്ടമ്മ, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. ശരി, എന്നാ മോള് കിടന്നു. മോളെ, അത്താഴമെങ്കിലും കുറച്ച് കഴിച്ചാലോ? സമയം എത്രയെന്നറിയോ? നല്ല മഴയാണല്ലോ. പണി കിട്ടുമോ? മിണ്ടായിരടാ, എപ്പോൾ നോക്കിയാലും പണി കിട്ടുമെന്ന്. എന്നാ പിന്നെ ഞാൻ പോട്ടെ ജോർജ് ചേട്ടാ. നിന്റെ കൊടയുണ്ടോ? ആ ഉണ്ട്. ഇനി പോ.
അഞ്ജു ഈ കാണിച്ചത് മണ്ടത്തര. കാര്യത്തിന്റെ ഗൗരവം നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. സാരമില്ല, ഉടൻ തന്നെ അത് മനസ്സിലായിക്കോളും. വരുൺ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ നീ എന്നെ ചതിച്ചു. അതിന് നീ അനുഭവിക്കും. മോനെ മോനെ, ഞങ്ങള് പാവങ്ങളാ. ഞങ്ങൾ മോനോട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഞങ്ങളെ ദ്രോഹിക്കുന്നത്? നിനക്കുമില്ല അമ്മയും പെങ്ങളും. എന്റെ മകളുടെ ജീവിതം മോൻ നശിപ്പിക്കരുത്. നിങ്ങളുടെ മകളുടെ ജീവിതം നശിപ്പിക്കുന്നത് ഞാനല്ല, നിങ്ങൾ തന്നെയാ. ഇത് കണ്ടോ? നിങ്ങൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് നാളെ ഇത് ഇന്റർനെറ്റിലൂടെ ലോകം മുഴുവൻ കാണാൻ പോവാ. മോനെ, ചതിക്കരുത്. ഞങ്ങളുടെ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ശരി, ഞാനിത് നശിപ്പിച്ച് കളഞ്ഞേക്കാം. പക്ഷേ അതിനു പകരമായി എനിക്ക് നിങ്ങളുടെ മകളെ കുറച്ച് നേരത്തേക്കൊന്ന് വേണം. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കരുത്. ഞങ്ങളുടെ കുടുംബം തകർക്കരുത്. ഞങ്ങളെ ഉപദ്രവിക്കരുത്. അവളൊരു കൊച്ചു പെൺകൊച്ചല്ല. അവളുടെ ജീവിതം നശിപ്പിക്കരുത്. ശരി, ഞാനായിട്ട് അഞ്ജുവിൻ്റെ ഭാവി നശിപ്പിക്കുന്നില്ല. പകരം നിങ്ങൾ എൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിയാലും മതി.